ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരോഗ്യകരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കൊത്തമര. ഏറെ ആരോഗ്യകരമായ ഗുണങ്ങൾ ഉള്ളതാണ് ഈ പയറുവർഗ്ഗം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബീൻസ് വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്, അതും കയ്പില്ലാതെ നല്ല രുചിയോട് കൂടി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോഗ്രാം ക്ലസ്റ്റർ ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി കഴുകി ചെറുതായി അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നാളികേരം ചേർത്ത് വറുത്തെടുക്കണം. അരമുറി ചിരകിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്തിളക്കി കൊടുക്കാം. എരിവ് നാളികേരത്തിൽ ചേർന്ന് വരാനാണ് ഇങ്ങനെ പൊടികൾ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നാളികേരം മറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും കോരിയെടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കിയെടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 നുള്ളു പെരിഞ്ചീരകവും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സബോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്തിളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ മുളക് പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്ലസ്റ്റർ ബീൻസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചേർത്ത ചേരുവകളെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് ഇളക്കി കൊടുക്കാം. തക്കാളി ചേർത്തത് ക്ലസ്റ്റർ ബീൻസിലുള്ള ഒരു കയ്പുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തക്കാളിയും ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് ചെറുതീയിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ബീൻസ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായ ക്ലസ്റ്റർ ബീൻസ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ക്ലസ്റ്റർ ബീൻസ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.